പങ്കാളിയോട് വികാരങ്ങളും സങ്കടങ്ങളും ശരിയായ രീതിയിൽ പങ്കുവെക്കാൻ സഹായിക്കുന്ന 5 പ്രായോഗിക സൈക്കോളജിക്കൽ ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, യു എന്ന് പറയുന്നതിന് പകരം ഐ എന്നോ വി എന്നോ പറയാം. അതായത് പങ്കാളിയോട് കുറ്റപ്പെടുത്ത രീതിയിൽ സംസാരിച്ചാൽ പങ്കാളി ഡിഫെൻസീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? നീ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നതിന് പകരം എനിക്ക് നിന്റെ ശ്രദ്ധ കുറച്ചുകൂടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയാം. 2, ശരിയായ സമയം, റൈറ്റ് ടൈം. ഹോൾട്ട് എന്ന് പറയാം. എച്ച് ഫോർ ഹംഗ്രി, വിശപ്പുള്ള സമയം. എ ഫോർ ആംഗ്രി. എൽ ഫോർ ലോൺലി. ടി ഫോർ ടയേർഡ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കരുത്. ഇതിനുവേണ്ടി പങ്കാളിയും നിങ്ങളും ശാന്തമായിരിക്കുന്ന സമയത്ത്, നമുക്ക് സൗകര്യമുള്ള സമയത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമോ എന്ന് മുൻകൂട്ടി സംസാരിക്കുക. സംസാരിക്കുന്നതിന്റെ ലക്ഷ്യം വ്യക്തമാക്കുക. പലപ്പോഴും പുരുഷന്മാർ പാർട്ട്ണറോട് സംസാരിക്കുന്ന സമയത്ത് ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കും കൂടുതൽ ശ്രമിക്കുക. പക്ഷെ നിങ്ങൾ പങ്കാളിയോട് ആദ്യം തന്നെ പറയുക, എനിക്ക് നിങ്ങൾ ഈ പ്രശ്നം കേട്ടിരുന്നാൽ മതി, പരിഹാരമൊന്നും വേണ്ട എന്നുള്ളത്. 4, ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിവെച്ച് ഒരു ദിവസം ഒരു വോൾക്കാനോ പോലെ പൊട്ടും. അതിന് പകരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചെറുതായി നിങ്ങൾ ഷെയർ ചെയ്ത് തുടങ്ങാം. അത് നിങ്ങൾക്ക് ഇമോഷണൽ സേഫ്റ്റി ഉണ്ടാക്കാൻ നല്ലതാണ്. 5, അവർക്കും സമയം നൽകുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പങ്കാളിക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അവർക്കും സമയമെടുത്ത് ആലോചിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കൊരു മറുപടി തരാൻ നിങ്ങൾ സമയം കൊടുക്കുക.